ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പച്ചപ്പുതപ്പണിഞ്ഞ കുളിരിൽ ഇനിയും മരിക്കാത്ത ഭൂമിയെ കാത്തു സംരക്ഷിക്കാൻ പ്രകൃതിക്കായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിക്കായി കൈകോർക്കാൻ ലോകം ഒരുമിക്കട്ടെ എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. മനുഷ്യവംശത്തെയും പ്രകൃതിയോട് ഇഴചേർക്കാം എന്ന വലിയ സന്ദേശം ലോകമെമ്പാടും നിറയട്ടെ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. സമ്പൂർണമായി മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ചരിത്രം മാപ്പ് തരില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട്. പ്രകൃതി സംരക്ഷിക്കേണ്ട കടമ മനുഷ്യനാണെന്ന് മന്ത്രി C രവീന്ദ്രനാഥ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ മഴക്കൊയ്ത്തുത്സവത്തിന് തുടക്കം. പരിസ്ഥിതി ബോധം വളർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഗ്രീൻ DCC പ്രഖ്യാപനം കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. സംസ്ഥാന വ്യാപകമായി എല്ലാ വിദ്യാലയങ്ങളിലും മഴക്കുഴികൾ നിർമ്മിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ മഴക്കൊയ്ത്തുത്സവം എന്ന പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. എല്ലാ സസ്യജീവജാലങ്ങളെയും പ്രകൃതിയെയും ഓരോ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കേണ്ട കടമ മനുഷ്യനുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജലം ജീവന്റെ അടിസ്ഥാനം. പ്രകൃതിക്ക് മേലുള്ള കടന്നാക്രമണങ്ങളിൽ നമുക്ക് അതിവേഗം നഷ്ടമാകുന്നതും ഈ ജീവരക്തം. ഇവിടെ പെയ്തിറങ്ങുന്ന ഓരോ തുള്ളിയും നമുക്ക് മണ്ണിലേക്ക് തിരിച്ചുവിട്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാം. ഇതാണ് ഇത്തവണ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ലോക പരിസ്ഥിതി ദിനത്തിൽ മുന്നോട്ടുവച്ച ആശയം. ഈ ലക്ഷ്യം സംസ്ഥാന വ്യാപകമായി എല്ലാ വിദ്യാലയങ്ങളിലും മഴക്കൊയ്ത്തുത്സവം എന്ന പേരിൽ യാഥാർത്ഥ്യമാക്കുകയാണ്. പൂർണ്ണ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടെ എല്ലാ വിദ്യാലയങ്ങളിലും ഓരോ വീടുകളിലും 1 മാസം കൊണ്ട് ജനകീയ കൂട്ടായ്മയിലൂടെ മഴക്കുഴികൾ ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ പ്രാവർത്തികമാക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. എല്ലാ ജീവസസ്യജാലങ്ങളെയും പ്രകൃതിയിലെ ഓരോ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിയ വെള്ളം ജൈവാംശം ഉപയോഗിച്ച് നിലനിർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സന്തുലനമാണ് ജീവന്റെ സ്രോതസ്. അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ, ജീവനോടെ ഇരിക്കണമെങ്കിൽ വേണ്ടത് പണമോ അതുപോലെയുള്ള നമുക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളോ ഒന്നുമല്ല. അതൊക്കെ ആയിക്കോട്ടെ. പ്രധാനമായി വേണ്ടത് പരിസ്ഥിതി സന്തുലനമാണ്. അത് തെറ്റാനുള്ള വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. A പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരായ ഡോക്ടർ A അച്യുതൻ, പ്രൊഫസർ ശോഭീന്ദ്രൻ എന്നിവരെ വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. മഴക്കുഴി നിർമ്മാണ കൈപുസ്തക പ്രകാശനവും പ്രകൃതി വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വേനൽപ്പച്ച പുസ്തക പ്രകാശനവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ നിർവഹിച്ചു. SCRT ഡയറക്ടർ ഡോക്ടർ J പ്രസാദ് ആലോ പ്രകാശനം ചെയ്തു. ഹയർ സെക്കൻഡറി ഇൻചാർജ് ഡയറക്ടർ PP പ്രകാശൻ വൃക്ഷത്തൈ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, കോർപ്പറേഷൻ കൗൺസിലർ ഷെറീന വിജയൻ, കോഴിക്കോട് DDE ഗിരീഷ് ചോലയിൽ, ജില്ലാ RDD S ജയശ്രീ, സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ M സേതുമാധവൻ, SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ V വസീഫ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VP മിനി, റൂറൽ AEO സുഭാഷ് VK, സുരേഷ് കുമാർ, KN അമ്പിളി, സ്കൂൾ പ്രിൻസിപ്പൽ V ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമ്പൂർണമായി മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ചരിത്രം നമുക്ക് മാപ്പ് തരില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ.
സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയിൽ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയിൽ സംസ്ഥാനത്തൊട്ടാകെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി അങ്കണത്തിൽ തൈകൾ നട്ടാണ് മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സമ്പൂർണമായും മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ചരിത്രം നമുക്ക് മാപ്പ് തരില്ലെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സമ്പ്രദായങ്ങൾ മാറ്റിയാൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നും പരിസ്ഥിതി ദിനത്തിൽ തുടക്കമിട്ട പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പരാമർശിച്ചു. അങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചും മണ്ണിനെ സംരക്ഷിച്ചും ജലാശയത്തെ സംരക്ഷിച്ചും അവ ഇന്ന് ചെന്നപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിപത്തുകളിൽ നിന്നും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണെന്ന് ഗവൺമെന്റ് കരുതുകയാണ്. ഗവൺമെന്റ് ആവിഷ്കരിച്ചുള്ള പദ്ധതികളൊക്കെ ഗവൺമെന്റ് മാത്രമായിട്ട് നടത്താൻ സാധിക്കുമെന്നുള്ള നിലയിലൊന്നുമല്ല ആവിഷ്കരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ MLA പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, MLA VKC മുഹമ്മദ് കോയ, സഹകരണ സംഘം രജിസ്ട്രാർ ലളിതാംബിക IAS, പ്രൊഫസർ ശോഭീന്ദ്രൻ, KDCH പ്രസിഡന്റ് M ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഹരിത രാഷ്ട്രീയത്തിന്റെ വിളംബരവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഗ്രീൻ DCC പ്രഖ്യാപനം നടൻ ജോയ് മാത്യു വൃക്ഷത്തൈ നട്ടുകൊണ്ട് നടത്തി. തിരക്കേറിയ ഉപഭോഗ സംസ്കാരത്തിൽ വർദ്ധിച്ചുവരുന്ന ആർത്തിയും ആസക്തിയും പ്രകൃതിയെ വിവേചനരഹിതമായി ചൂഷണം ചെയ്യുന്നത് കണ്ടു നിൽക്കാതെ നമ്മളിലൊരാളെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങിയാൽ ആ ശൃംഖല പച്ചപ്പിനായി വളരുമെന്ന് ഉറപ്പാണ്. ഈ ആശയം മുൻനിർത്തി കോഴിക്കോട് കോൺഗ്രസ് കമ്മിറ്റി ഈ പരിസ്ഥിതി ദിനത്തിൽ പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചു. പരിസ്ഥിതി ബോധം വളർത്തി ഗ്രീൻ DCC പ്രഖ്യാപനം നടന്നു. നടൻ ജോയ് മാത്യു വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. DCC ഓഫീസിൽ നിന്നും 25,000 വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത്. പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതി രാഷ്ട്രീയവും പാർട്ടിയുടെ മുഖ്യ അജണ്ടയാക്കിയാണ് ഗ്രീൻ DCC ഇനി മുന്നോട്ടു പോവുക. ഭൂമിക്കൊരു കുട പിടിക്കാമെന്ന സന്ദേശമുയർത്തി ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളിലും പരിസ്ഥിതി ദിനത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അവരുടെ ജന്മദിനത്തിൽ ഒരു മരം നട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും. പരിസ്ഥിതി രാഷ്ട്രീയത്തിൽ കേരളം ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ പറഞ്ഞു. ജനങ്ങൾക്ക് ജീവവായുവും ജീവജലവും പകർന്നു നൽകാൻ ഇത്തരത്തിൽ ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല മറ്റ് ദിവസങ്ങളിൽ ഞാൻ TCCക്ക് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി പരിപാടികൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ കോൺഗ്രസ് തയ്യാറാക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമാണ്. DCC പ്രസിഡന്റ് T സിദ്ദീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗങ്ങളായ രാമചന്ദ്രൻ മാസ്റ്റർ, P മൊയ്തീൻ മാസ്റ്റർ, P ദിനേശ് മണി, മുൻ DCC പ്രസിഡന്റ് KC അബു, TK രാജേന്ദ്രൻ, CJ ആന്റണി തുടങ്ങിയവരും സംബന്ധിച്ചു. 10 ലക്ഷം വൃക്ഷത്തൈകൾ നടുകയും 5 ലക്ഷം മഴക്കുഴികൾ നിർമ്മിക്കുകയും ചെയ്യുന്ന സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിന്റെ പദ്ധതിക്ക് തുടക്കമായി. NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 മുതൽ ജൂലൈ 5 വരെ കേരളത്തിൽ 10 ലക്ഷം വൃക്ഷത്തൈകൾ നടുകയും 5 ലക്ഷം മഴക്കുഴികൾ നിർമ്മിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം തുടക്കം കുറിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു. A പ്രദീപ് കുമാർ MLA അധ്യക്ഷനായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി 1000 ജൈവവൈവിധ്യ ഉദ്യാനങ്ങൾ നിർമ്മിക്കുകയും പരിസ്ഥിതി ബോധവൽക്കരണത്തിനായി 1000 ശില്പശാലകളും സംഘടിപ്പിക്കും. ഒപ്പം സംസ്ഥാനത്താകെ ഗ്രീൻ പ്രോട്ടോകോളും നടപ്പിലാക്കും. NSS റീജിയണൽ ഡയറക്ടർ GP സജിത് ബാബു, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, A സുബൈർ കുട്ടി, വാർഡ് കൌൺസിലർമാരായ പ്രമീള ബാലഗോപാൽ, P ബിജുബാൽ, E പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Say Manu.
ബോബി ജെമനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനം. നാടെങ്ങും കോൺക്രീറ്റ് കാടുകൾ ഉയരുമ്പോൾ കുളിരും തണുപ്പും തേടി നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകാറാണ് പതിവ്. എന്നാൽ നമ്മുടെ ഓരോ യാത്രകളും കാടിനെയും നഗരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ കാനന കാഴ്ചകൾ. സജീഷ് കുമാർ തറയിൽ പകർത്തിയ ദൃശ്യങ്ങളും റിപ്പോർട്ടും കാണാം. കുരങ്ങന്മാർ മാത്രമല്ല, വന്യജീവികൾ മാത്രമല്ല, ടൂറിസ്റ്റ് മേഖലയുടെ എല്ലാത്തരം ലാവണ്യത്തിൻ്റെയും മേൽ, അതിൻ്റെ അസാധ്യകരമായിട്ടുള്ള മുഴുവൻ ഭംഗിയുടെയും മേൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആക്രമണം നടത്തുന്ന ഭീകരമായ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കാൻ അധികാരികൾ, ജനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ടൂറിസം നടത്തിപ്പുകാർ എല്ലാവരും ഒട്ടേറെ വൈകിയിരിക്കുന്നു. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അരുതെന്ന് പറയുന്നത് തുടരുന്നത് മനുഷ്യർ മാത്രം. അത് തുടരെ തുടരുകയും ചെയ്യുന്നു. ഇന്ത്യയൊട്ടുക്കുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഒരു അവസ്ഥ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനൊരു പരിഹാരം അനിവാര്യമാണ്. സജീഷ് കുമാർ തറയിൽ, കോഴിക്കോട്. ടൈകെട്ടിയ പശുവിനെയും ചങ്ങലയണിഞ്ഞ മനുഷ്യനെയും അണിനിരത്തി യുവധാര കോട്ടുളി നടത്തിയ പരിപാടി ജനങ്ങളിൽ കൗതുകമുണർത്തി. വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലാണ് പുതുമയുള്ള പ്രതിഷേധം അരങ്ങേറിയത്. കോട്ടും ടൈയും കണ്ണടയും വെച്ച് പശു മുന്നിൽ നടക്കുന്നു. ഒപ്പം നടക്കുന്ന കർഷകന്റെ കൈകൾ രണ്ടും ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു. അവന്റെ തലയിൽ പാളത്തൊപ്പിക്ക് പകരം ഫാസിസ്റ്റ് ഭരണകൂടം അടിച്ചേൽപ്പിച്ച നിയമങ്ങളാണുള്ളത്. അതിൽ MT, കൽബുർഗി, ജനാധിപത്യം, കവിത, നാടകം, വിദ്യാഭ്യാസം എന്നെല്ലാം എഴുതിയിരിക്കുന്നു. യുവധാര കോട്ടുളിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നഗരത്തിൽ വേറിട്ട പ്രതിഷേധമൊരുക്കിയത്. ജനാധിപത്യത്തിന് മൂക്ക് കയറിടരുത് എന്ന പേരിൽ നടന്ന പരിപാടിയിലാണ് മനുഷ്യർക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും മൃഗങ്ങൾ അനുഭവിക്കുന്നതുമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. മാനഞ്ചിറ പബ്ലിക് ലൈബ്രറി പരിസരത്ത് നടന്ന പരിപാടിയിൽ ക്ഷീരകർഷകൻ പ്രകാശൻ കർഷകന്റെ വേഷത്തിൽ തന്നെ എത്തി. KV പ്രമോദ്, AK പ്രശാന്ത്, K വിജേഷ്, MJ സുജോ, സോഹുൽ, ഷിജിത് കൃഷ്ണൻ, IB ഷൈജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബേപ്പൂർ കൈതവളപ്പ് പിണ്ണാണത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശിലാന്യാസ കർമ്മം ഭക്ത്യാദരപൂർവ്വം നടന്നു. ഗോദവർമ്മരാജ തറക്കല്ലിടൽ നിർവഹിച്ചു. പിണ്ണാണത്ത് ട്രസ്റ്റ് ക്ഷേത്ര പരിപാലന കമ്മിറ്റിയുടെ കീഴിലുള്ള കൈതവളപ്പ് പിണ്ണാണത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ഒട്ടേറെ ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്നു. മനയത്ത് കോവിലകത്തെ ഗോദവർമ്മരാജ ആദ്യശില സമർപ്പിച്ചു. രക്ഷാധികാരികളായ P രാമചന്ദ്രൻ, രവീന്ദ്രൻ, P ബാലൻ, സുബ്രഹ്മണ്യൻ, രാധ, പത്മിനി, കൃഷ്ണൻ എന്നിവരും ക്ഷേത്രത്തിൽ നടന്ന വൈദിക കർമ്മങ്ങളിൽ സന്നിഹിതരായി. ദിശ മാത്തോട്ടം SSLC +2 ഉന്നത വിജയികളെ ആദരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ദിശ മാത്തോട്ടം SSLCക്കും +2വിനും വിജയം നേടിയവരെയും മുഴുവൻ A+ വാങ്ങിയവരെയും ആദരിച്ചു. ദിശ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PC ബഷീർ ഉദ്ഘാടനം ചെയ്തു. അവാർഡ് വിതരണവും PC ബഷീർ നിർവഹിച്ചു. പഠനോപകരണങ്ങൾ 52ാം വാർഡ് കൗൺസിലർ PP ബീരാൻകോയ നൽകി. ചടങ്ങിൽ ദിശ മാത്തോട്ടം ട്രസ്റ്റ് ചെയർമാൻ KP അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മാത്തോട്ടം പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ മുജീബ്,
വെൽഫെയർ പാർട്ടി ബേപ്പൂർ മേഖലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, ദിശ മാത്തോട്ടം ട്രസ്റ്റ് സെക്രട്ടറി TM ഫിറോസ് അലി, M ജാബിർ എന്നിവരും സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണം ജൂൺ 21 വിപുലമായി സംഘടിപ്പിക്കും. യോഗ ക്ലാസുകളും യോഗ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടത്തും. 25ഓളം യോഗ കേന്ദ്രങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലാണ് യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുക. അന്താരാഷ്ട്ര യോഗ ദിനാചരണം ജൂൺ 21 നടക്കും. ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട്ടെ യോഗാചാര്യന്മാരുടെയും 25ലധികം യോഗ കേന്ദ്രങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ യോഗ പഠനത്തിന് സൗകര്യങ്ങൾ ഒരുക്കും. റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന ക്ലബ്ബുകൾ, വായനശാലകൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന യോഗ പരിശീലനങ്ങൾക്ക് ആവശ്യമായ പരിശീലകരെ സംഘാടക സമിതി സൗജന്യമായി നൽകും. വനിതകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ക്ലാസുകൾ നടത്തും. യോഗ പരിശീലക ശില്പശാലയുടെ സമാപനമായി ജൂൺ 21 രാവിലെ 7 മണിക്ക് ഇൻഡോർ സ്റ്റേഡിയം, ജൂബിലി ഹാൾ, സ്നേഹാഞ്ജലി ഹാൾ എന്നിവിടങ്ങളിൽ യോഗ പ്രദർശനങ്ങളും നടക്കും. പ്രമുഖ വ്യക്തികൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ താൽപര്യമുള്ളവർ 9446975090 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും പട്ടേൽ പ്രഭാകരൻ, യോഗാചാര്യ ഉണ്ണിരാമൻ മാസ്റ്റർ, യോഗാചാര്യ വിജയരാഘവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്നേഹാഞ്ജലി ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ ജൂബിലി ഹാൾ, ഇങ്ങനെ 3 സ്ഥലത്താണ് നടക്കുന്നത്. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബുക്ക് വിതരണം നടത്തി. ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ബുക്കുകൾ വിതരണം ചെയ്തത്. തമ്പുരാൻ റോഡ് പാലത്തിന് സമീപം നടന്ന പരിപാടി ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. T ഹരിമോഹൻ അധ്യക്ഷനായിരുന്നു. 10ാം ക്ലാസും +2 പാസ്സായവർക്ക് പ്രത്യേകം സമ്മാനം നൽകി അനുമോദിച്ചു. സ്വാമിനാഥൻ P, K സുരേഷ്, അസീസ്, KP സുധാകരൻ എന്നിവർ സംസാരിച്ചു. തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ്, ഷൂ മേക്കേഴ്സ് എന്നിവരാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Forever world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടുവട്ടം സുഭാഷ് കലാവേദി വൃക്ഷത്തൈകൾ നട്ടു. അന്നങ്ങാട്ട് കാർത്തികേയൻ, മുരളി ബേപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടുവട്ടം സുഭാഷ് കലാവേദി വൃക്ഷത്തൈകൾ വെച്ചു. നടുവട്ടത്ത് റോഡരികിലാണ് തൈകൾ നട്ടത്. പ്രസിഡന്റ് അന്നങ്ങാട്ട് കാർത്തികേയൻ, മുരളി ബേപ്പൂർ, PV ശിവദാസൻ, TP രാമചന്ദ്രൻ, C വേണുഗോപാൽ, CV ജയദേവൻ, P ശശിധരൻ, PA നാരായണൻകുട്ടി എന്നിവർ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുക്കിയ PTA ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. ചടങ്ങിന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മലബാറിന്റെ ചരിത്ര പാരമ്പര്യത്തിന് മുതൽക്കൂട്ടായി നിൽക്കുന്ന BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണികഴിപ്പിച്ച PTA ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ഊന്നൽ കേരളത്തിലെ എല്ലാ ക്ലാസുകളിലെയും കുട്ടികളുടെ അക്കാദമിക നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ C രവീന്ദ്രനാഥ് പറഞ്ഞു. ഈ വർഷം തന്നെ 8 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തിനായി കിസ്ബയിൽ നിന്നും 493 കോടി അനുവദിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് മാത്രമല്ല, എയ്ഡഡ് സ്കൂളിലും സർക്കാർ സ്കൂളിലും എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആക്കി മാറ്റാൻ കഴിഞ്ഞ ദിവസം 493 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഓരോ സ്കൂളിലെയും കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്താനാണ്. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ഊന്നൽ കേരളത്തിലെ എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളുടെ അക്കാദമിക് നിലവാരം അന്താരാഷ്ട്ര തലത്തിലെത്തിക്കുക എന്നുള്ളതിനാണ്. ചടങ്ങിന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
CSI സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ സാജു ബെഞ്ചമിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ, വാർഡ് കൌൺസിലർ ജയശ്രീ കീർത്തി, DEO കോഴിക്കോട് TK അജിത് കുമാർ, ലോക്കൽ മാനേജർ ഡോക്ടർ TI ജെയിംസ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം റെയ്നർ കുനിയത്ത്, മുൻ PTA പ്രസിഡന്റ് KP ചന്ദ്രൻ, MPTA പ്രസിഡന്റ് സ്മിത ജയരാജൻ, സ്റ്റാഫ് സെക്രട്ടറി സാജിമോൾ P. ഗിൽബർട്ട്, PTA സെക്രട്ടറി സിസിലി ജോൺ എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ TP രാജീവൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ ജൈവ വൈവിധ്യ പാർക്ക് സജ്ജമായി. പാർക്കിന്റെ ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ടുകൊണ്ട് പ്രശസ്ത സാഹിത്യകാരൻ TP രാജീവൻ നിർവഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് സാബു അധ്യക്ഷനായിരുന്നു. SMC ചെയർമാൻ ജോബിഷ് കുമാർ, മദർ PTA പ്രസിഡന്റ് ഷർമിന നസീർ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ഉമാദേവി, ഹെഡ്മാസ്റ്റർ BK ഗോകുൽദാസ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ദിനാചരണ പരിപാടികളിൽ പങ്കാളികളായി. മാറാട് സാഗർ സരണി ഹിന്ദു സേവാ സമാജത്തിന്റെ 13ാം വാർഷിക ജനറൽ ബോഡി യോഗം വിവേകാനന്ദ വിദ്യാലയത്തിൽ നടന്നു. കൗൺസിലർ ഷൈമ പൊന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി രൂപീകൃതമായ ഹിന്ദു സേവാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ 12 വർഷം പിന്നിട്ടു. സംഘടനയുടെ 13ാം വാർഷിക ജനറൽ ബോഡി യോഗം വിവേകാനന്ദ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. കൗൺസിലർ ഷൈമ പൊന്നത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ SSLC, +2 വിജയികൾക്കുള്ള അവാർഡുകളും സമ്മാനിച്ചു. സംഘടനയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സൗജന്യ നോട്ട്ബുക്ക് വിതരണവും യോഗത്തിൽ നടന്നു. ഹിന്ദു സേവാ സമാജം പ്രസിഡന്റ് പൊന്നക്കമ്പാട്ട് സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വാസുദേവൻ പനോളി മുഖ്യപ്രഭാഷണം നടത്തി. പത്മനാഭൻ, സുജിത് കുമാർ എന്നിവരും സംസാരിച്ചു. കേരള യാദവ സേവാ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും യാദവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാഞ്ചി കാമാക്ഷിയമ്മൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുസ്തക വിതരണവും നടന്നു. കേരള യാദവ സേവാ സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും യാദവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ പുസ്തക വിതരണവും നടത്തി. കേരള യാദവ സേവാ സമിതി സംസ്ഥാന പ്രസിഡന്റ് T. മണി, ജനറൽ സെക്രട്ടറി രാമസുന്ദരൻ, സെക്രട്ടറിമാരായ C. ആനന്ദൻ, ചന്ദ്രൻ, MV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമുദായത്തിലെ 1 മുതൽ +2 വരെ കൂടിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മികവും ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ വേദിയുടെ മുഖ്യ വിഷയം എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ജില്ലാ പ്രസിഡന്റ് P. രാജൻ അധ്യക്ഷം വഹിച്ചു. യാദവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപൻ, സെക്രട്ടറി പ്രവീൺ, മറ്റ് ഭാരവാഹികളായ ബാബു, അരുൺ, ദീപേഷ്, ജയകൃഷ്ണൻ, സനൂപ് എന്നിവർ നേതൃത്വം നൽകി. സാമൂഹ്യ സമത്വ മുന്നണി ജില്ലാ സെക്രട്ടറി രജനീകാന്ത് വളയനാട്, മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ സെക്രട്ടറി കാളക്കണ്ടി അരുൺകുമാർ, സാമൂഹ്യ സമത്വ മുന്നണി യുവജന പ്രസിഡന്റ് പ്രമോദ് കണ്ണഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഹോട്ടൽ റാവിസും കാലിക്കറ്റ് പെഡലേഴ്സും സംയുക്തമായി സൈക്കിൾ റാലിയും ബീച്ച് ശുചീകരണവും സംഘടിപ്പിച്ചു. ഹോട്ടൽ റാവിസിന് മുന്നിൽ ജനറൽ മാനേജർ അജിത് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക പരിസ്ഥിതി ദിനം 2017ന്റെ ഭാഗമായാണ് റാവിസ് ഹോട്ടലും കാലിക്കറ്റ് പെഡലേഴ്സ് സൈക്കിൾ ക്ലബ്ബും സംയുക്തമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. റാവിസ് ജനറൽ മാനേജർ അജിത് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശമായ കണക്ട് ദി നാച്ചർ എന്നത് പ്രതീകാത്മകമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ധനം ഉപയോഗിക്കാത്ത, വായുമലിനീകരണം ഉണ്ടാക്കാത്ത സൈക്കിളിൽ പ്രചരണ പരിപാടികൾ നടത്തിയത്. റാവിസ് ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് റാലിയും ശുചീകരണവും സംഘടിപ്പിച്ചത്. തുടർന്ന് റാലി അംഗങ്ങൾ ബീച്ചിലെത്തി. ബീച്ചിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻവശം ശുചീകരിച്ചു. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് ശേഖരിച്ചു. നഗരത്തിലെ റീസൈക്ലിംഗ് ഏജൻസിയായ ഗ്രീൻ വേംസുമായി സഹകരിച്ചാണ് മാലിന്യങ്ങൾ നീക്കിയത്. മാലിന്യങ്ങൾ ഗ്രീൻ വേംസിന്റെ റീസൈക്ലിംഗ് യൂണിറ്റിലേക്ക് മാറ്റി. ശുചീകരണത്തിനു ശേഷം മാവൂർ റോഡിലെ ഹോട്ടൽ റാവിസ് പരിസരത്ത് വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിച്ചു. പരിപാടിക്ക് പെഡലേഴ്സ് അംഗം പൃഥ്വിരാജ്, റാവിസ് അഡ്മിൻ ഹെഡ് റോഷ്നി മേനോൻ, ചീഫ് എഞ്ചിനീയർ രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനത്തിന്റെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ട് നടത്തിയ റാലിയിലും ശുചീകരണത്തിലും 60ഓളം പേർ പങ്കെടുത്തു. പ്രകൃതിയുമായി കൈകോർത്ത് മലബാർ ഗോൾഡ്.
ഭൂമിക്കൊരു കുട പിടിക്കാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ടാണ് പരിസ്ഥിതി ദിനത്തിൽ മലബാർ ഗോൾഡ് വ്യത്യസ്തമായത്. RDO ഷാമിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കണമെന്നും അവർ പറഞ്ഞു. പച്ചപ്പിനെയും തകിടം മറിയുന്ന ആവാസ വ്യവസ്ഥയെയും തിരിച്ചുപിടിക്കാൻ ഓർമ്മപ്പെടുത്തി ഒരു പരിസ്ഥിതി ദിനം കടന്നെത്തി. ഓരോ നിമിഷവും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിയുമായി കൈകോർക്കേണ്ടത് അനിവാര്യമാണ്. പ്രകൃതിയുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. അതിനാൽ പ്രകൃതിയുടെ സംരക്ഷകരാവാൻ നാം തയ്യാറാവണം. ഈ ആശയം മുൻനിർത്തി മലബാർ ഗോൾഡ് ഗ്രൂപ്പിൽ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വൃക്ഷത്തൈകൾ നൽകി. ജില്ലാ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഷാമിൻ സെബാസ്റ്റ്യൻ വൈരായിക്കുളം LP സ്കൂളിന് വേണ്ടി വൃക്ഷത്തൈ നൽകിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മനുഷ്യജീവനും പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുമായുള്ള പാരസ്പര്യം അടുത്തറിയാൻ സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. അത്തരത്തിൽ പ്രകൃതിയോടിണങ്ങാൻ കുട്ടികളെ രക്ഷിതാക്കൾ അനുവദിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ പിള്ളേർ ഇപ്പൊ അടുത്ത തലമുറ ചെറിയ മക്കളോട് ഇരിക്കുമ്പോൾ അവരോട് പറയാനുള്ളത് പേരൻസിനോട്, ഈ മഴ പെയ്യുമ്പോൾ കുട്ടികൾ മഴ പെയ്യാൻ ഈ ആകാശത്ത് കാർമേൽ കാണുമ്പോഴേ ഇവർ ചൂണ്ടിക്കൊണ്ടുപോകാൻ കുറച്ചൊക്കെ മഴ നനഞ്ഞും മണ്ണിൽ കളിച്ചും ചെടിയിൽ കളിച്ചൊക്കെ വളരട്ടെ. മണ്ണിൽ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻസ് ഇന്ത്യ MD അഷർ O, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മജീദ്, സീനിയർ ഡയറക്ടർമാരായ നാരായണൻ, അബ്ദുൽ കരീം, മൊയ്തീൻ കോയ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് ജില്ലാ സെൻട്രൽ ലൈബ്രറി നടത്തിവരുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ആനക്കുളം സാംസ്കാരിക നിലയം കെട്ടിടത്തിൽ വെച്ച് പൊതുമേഖലാ സ്വകാര്യവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് വിഷയം അവതരിപ്പിച്ചു. ചർച്ചയിൽ അഡ്വക്കേറ്റ് M രാജൻ, VT സുരേഷ്, PB മുരളീബാസ്, K ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ സെൻട്രൽ ലൈബ്രറി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ചൂരൂർ അധ്യക്ഷം വഹിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമ്പൂർണമായി മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ചരിത്രം മാപ്പ് തരില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട്. പ്രകൃതി സംരക്ഷിക്കേണ്ട കടമ മനുഷ്യനാണെന്ന് മന്ത്രി C രവീന്ദ്രനാഥ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ മഴക്കൊയ്ത്തുത്സവത്തിന് തുടക്കം. പരിസ്ഥിതി ബോധം വളർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഗ്രീൻ DCC പ്രഖ്യാപനം കോഴിക്കോട്ട്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.